സംവിധാനമുണ്ട്, ക്യാമറയുള്ള ഫോൺ. അതുപോലെ തന്നെ അധിക ഫോണുകളിലും മെസ്സേജുകൾ അയക്കാനും സ്വീകരിക്കാനുമുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ നാം വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതാണ്. ഫോട്ടോ എന്നത് തന്നെ വളരെ അടിയന്തരമായ ഒരു ഘട്ടത്തിൽ മാത്രം മുസ്ലിമിന് അനുവദിച്ച ഒരു സംഗതിയാണ് ഫോട്ടോ. കാണുന്നത് മുഴുവൻ പകർത്തുക ശരിയല്ല, അത് മുസ്ലിമിന് ചേർന്ന രീതിയല്ല. അതുപോലെ തന്നെ മെസ്സേജ് അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നിടത്ത് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് സാധാരണയായി ഈ മെയിലുകളിലും അതുപോലെ തന്നെ മെസ്സേജുകളിലുമൊക്കെ വരുന്ന പലതും, വന്നു ചേരുന്ന പലതും നമ്മൾ ഉടനെ തന്നെ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുകയോ അയക്കുകയോ ഒക്കെ ചെയ്യുന്ന സംവിധാനമുണ്ട്. ഇത് വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും പാടില്ല. നമ്മൾ അതിൻ്റെ സോഴ്സ് വളരെ കൃത്യമായി പരിശോധിക്കണം. ഒരു വാർത്ത, ഒരു ചിത്രം അല്ലേ, അത് ഉടനെ ഹരമുള്ള ചിത്രമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരൊക്കെ അയക്കുക പാടില്ല. ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. വിശ്വാസികളെ, നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾക്ക് ഇപ്രകാരമുള്ള ഒരു വാർത്ത കിട്ടിയാൽ നിങ്ങളത് വ്യക്തമാക്കണം, പരിശോധിക്കണം, ശരി തന്നെയാണോ അല്ലേ, എന്നിട്ടേ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാവൂ, അയക്കാവൂ. അൻതുസ്ബിഹു, അല്ലെങ്കിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചീത്ത മെസ്സേജുകൾ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു ഇന്ന് സമൂഹത്തിൽ. കുട്ടികളുടെയൊക്കെ കയ്യിൽ ഫോൺ കൊടുത്ത് അതിലൊക്കെ വരുന്ന അനാവശ്യമായ അശ്ലീലകരമായ മെസ്സേജുകളും സന്ദേശങ്ങളുമൊക്കെ, ഇത് വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. അത്തരം മെസ്സേജുകളും സന്ദേശങ്ങളും അയക്കുന്നവരെ ശ്രദ്ധിക്കണം. അവരെ വിളിച്ച് തിരിച്ച് നിങ്ങൾ പറയണം, ഇത് തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് നേർക്കുനേരെ പറയൽ മാത്രമല്ല. ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങളുടെയോ നിങ്ങളുടെ മക്കളുടെയോ അല്ലെങ്കിൽ കുടുംബത്തിന്റെയോ ഒക്കെ ഫോണിൽ കണ്ടാൽ ആ മെസ്സേജ് അയച്ചവനെ വിളിക്കുകയും അവനെ ഉപദേശിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ രീതി, അതായിരിക്കണം മുസ്ലിമിന്റെ സ്വഭാവം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മറ്റുള്ളവരുടെ ഫോൺ പരിശോധിക്കുക എന്ന സ്വഭാവം. സാധാരണ ആളുകളിൽ കാണുന്നൊരു സ്വഭാവമാണ്. വേറൊരു ഫോൺ കണ്ടാൽ അതെടുത്ത് ഇങ്ങനെ പരിശോധിക്കും, അതൊക്കെ തുറന്ന് അതിൻ്റെ ഇൻബോക്സിലും മെസ്സേജിലും ഒക്കെ പോയി പരിശോധിക്കുന്ന സ്വഭാവം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരാളുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ ഫോൺ എടുക്കുകയോ അതിനുള്ളിലേക്ക് പ്രവേശിക്കുകയോ ഒരിക്കലും ചെയ്യരുത്. കാരണം മുസ്ലിമായ മനുഷ്യന് ഇസ്ലാം പഠിപ്പിച്ച മര്യാദയുണ്ട്. മറ്റുള്ളവരുടെ രഹസ്യത്തെ വലാ തജസ്സസു, പാടില്ല. ആ രഹസ്യത്തെ നിങ്ങൾ കുത്തി നോക്കാൻ പാടില്ല. അത് തുറന്ന് അതിനുള്ളിലൊക്കെ പരിശോധിച്ച് എന്നിട്ട് അവന്റെ രഹസ്യമൊക്കെ മനസ്സിലാക്കി ഇല്ല. ഇതൊന്നും മുസ്ലിമായ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരുപാട് മര്യാദകൾ ഈ രംഗത്ത് നാം പാലിക്കേണ്ടതുണ്ട്. ഈ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. മുസ്ലിം എന്ന നിലക്ക് നമുക്കുണ്ടായിരിക്കേണ്ട സംസ്കാരവും രീതിയും അതായിരിക്കണം. അതാണ് നമുക്കുണ്ടാകേണ്ട സ്വഭാവ രംഗത്ത് നമുക്കുണ്ടാകേണ്ട, പ്രത്യേകിച്ച് ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോൾ ആ രംഗത്ത് നമുക്കുണ്ടാകേണ്ട മാറ്റങ്ങൾ. ഈ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല കരുത്തുള്ള സംസ്കാരമുള്ള ഉത്തമ സ്വഭാവമുള്ള സമൂഹത്തിന്റെ ആളുകളാകാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين أما بعد فاتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മുസ്ലിമിന്റെ വ്യക്തിത്വം വിനയവും താഴ്മയും എളിമത്വവുമാകണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും നമ്മുടെ ഗർവോ അന്തസ്സോ ഫഖ്റോ കിബ്റോ അഹങ്കാരമോ പുറത്തു കാണിക്കാനുള്ളതായി മാറരുത്. പലപ്പോഴും ഈ മാതിരിയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്ന് അതാണ്. അത് വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. ആരുടെയെങ്കിലും മുമ്പിൽ അഹങ്കാരം കാണിക്കാൻ, ആരുടെയെങ്കിലും മുമ്പിൽ ഗർവ് കാണിക്കാൻ, ഞാൻ വലിയവനാണെന്ന് കാണിക്കാൻ നീളവും വലിപ്പവും വണ്ണവും ഒക്കെയുള്ള സെറ്റുകളോ അല്ലെങ്കിൽ ഒരുപാട് സംവിധാനങ്ങളോ ഉപയോഗിച്ച് മറ്റുള്ളവരെ ഈ രൂപത്തിൽ കാണിക്കുക എന്നത് വളരെ ഗൗരവപൂർവ്വം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കണിശമായി വസ്ത്രത്തിന്റെ കാര്യത്തിൽ പോലും ഈ തരത്തിലുള്ള ജ്വരം, പുറത്തേക്ക് കാണിക്കുന്ന ജ്വരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതികണിശമായി ഗുണദോഷിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, അൽ മുതശബ്ബിഉ ബിമാ ലം യുഅത കലാബിസി സൗബൈ സൂർ. അൽ മുതശബ്ബിഉ ബിമാ ലം യുഅത, മുതശബ്ബി എന്ന് പറഞ്ഞാൽ തനിക്ക് ലഭിക്കാത്തത്, തനിക്കില്ലാത്തത് പുറത്തു കാണിക്കുന്നവൻ. ഇല്ല, കാണിക്കാൻ നിവൃത്തിയില്ല, പക്ഷേ പുറത്തു കാണിക്കുക. അവന്റെ ഗാംഭീര്യവും മഹത്വവും അവൻ വലിയവനാണ്,
അന്തസ്സ് കാണിക്കാൻ വേണ്ടി പുറത്ത് കാണിക്കുന്നവൻ കലാബിസ് സൗബൈസൂർ, കട്ടുകൊണ്ടുവന്ന വസ്ത്രം ധരിച്ചവനെ പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം മോശമാണ് ആ പ്രവർത്തനം. കളവ് നടത്തിയിട്ട് ആ വസ്ത്രവും ധരിച്ചിങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണല്ലോ. അതുപോലെ മോശമാണ് നമ്മൾ ഈ മാതിരി സംവിധാനങ്ങളൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നതിനപ്പുറമുള്ള ഒന്ന് അതിലുണ്ടാകാൻ പാടില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അല്ലാഹു സംവിധാനിച്ചു തന്നതാണ്. അതിലെ നന്മ കണ്ടെത്താനും നന്മ ഉപയോഗിക്കാനും നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ ആളുകൾ അതിലുള്ള ചീത്ത നന്നായി ഉപയോഗിക്കും, അതിലുള്ള സംവിധാനങ്ങൾ ചീത്ത കാര്യത്തിന് ഉപയോഗിക്കും. റെക്കോർഡിംഗ് സംവിധാനമുള്ള മൊബൈലിൽ പാട്ടും അനാവശ്യവും ഒക്കെ റെക്കോർഡ് ചെയ്ത് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നത് മനുഷ്യൻ്റെ ഒരു സ്റ്റൈലാണ്, രീതിയാണ്. അതിന് പകരം നാം ചെയ്യേണ്ടിയിരുന്നത് പറ്റുമെങ്കിൽ അതിൽ വല്ല ദീനുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളോ ക്ലാസ്സുകളോ ഒക്കെ അതിൽ റെക്കോർഡ് ചെയ്ത് അത് കേൾക്കുക എന്ന സംവിധാനമായിരിക്കണം. മെസ്സേജ് സംവിധാനമുള്ളത് കൊണ്ട് എന്തും അയക്കുക എന്നത് അത് അശ്ലീലമെന്നോ ശ്ലീലമെന്നോ പരിശോധിക്കാതെ എന്തും അയക്കുക എന്ന സംവിധാനം എന്ന ഒരു രൂപം മാറ്റിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ അയക്കാൻ സാധിക്കണം. നിങ്ങൾ പഠിച്ച ഒരു പ്രാർത്ഥന നിങ്ങളൊരു 10 പേർക്ക് അയച്ചു നോക്കൂ, അതിൻ്റെ പ്രതിഫലം മഹത്തായിരിക്കും. നിങ്ങൾക്ക് ചെറിയ ഒരു ചെലവാണ് അതിന് വരിക. നിങ്ങൾ പഠിച്ച ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന അറിയാത്ത ഒരു 10 ആളുകൾക്ക്, ഫോണുള്ള ഒരു 10 ആളുകൾക്ക് നിങ്ങളത് മെസ്സേജായി അയക്കൂ, അവൻ കൂടി പഠിക്കട്ടെ. ചിന്തിച്ചു നോക്കൂ, അതിൻ്റെ ലാഭം വലിയ ലാഭമായിരിക്കും. ഒരു ചെയിനായി അതിൻ്റെ ലാഭം. അവിടെ നിന്ന് അവർ 10 ആളുകൾക്ക് അയക്കുകയും വീണ്ടും അയച്ചവർ വീണ്ടും അയക്കുകയും ചെയ്താൽ ഈ തുടക്കക്കാരന് അതിൻ്റെ എല്ലാം പ്രതിഫലം കിട്ടുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ ഫോണും നമ്മുടെ മെസ്സേജുകളും ഇതുപോലെയുള്ള സംവിധാനങ്ങളുമൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നാം നന്മയുടെ ആളുകളാകണം, തിന്മയുടെ ആളുകളാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് അതാണ്. ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്, അവർ തിന്മയുടെ താക്കോലുകളും നന്മയുടെ പൂട്ടുകളുമാണ്. നിങ്ങളാകേണ്ടത് തിന്മയുടെ പൂട്ടുകളും നന്മയുടെ താക്കോലുകളുമാകാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു പുതിയ കാര്യം, ഒരു പുതിയ സംഗതി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്താൽ അത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ തീർച്ചയായും നാം ഉപയോഗിക്കേണ്ടതുണ്ട്. നമുക്കൊരു വിവരമുണ്ട് എന്ന് വെക്കുക, ഒരു ക്ലാസ്സിനെ കുറിച്ച് നമുക്കറിയാം, ഒരു നല്ല ക്ലാസ്, ആ ക്ലാസ്സിനെ കുറിച്ച് ഒരു 10 ആളുകൾക്ക് അറിയിക്കാൻ നിങ്ങളുടെ ഫോണും നിങ്ങളുടെ മെസ്സേജും ഉപയോഗിച്ചാൽ എന്തുമാത്രം നന്നായിരിക്കും. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റു ഫാഇലിഹി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുസ്ലിമായ മനുഷ്യന് സമാധാനം കിട്ടേണ്ട ഒരു വാചകം, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റു ഫാഇലിഹി. ഒരു നന്മ ഒരാൾക്ക് അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിച്ചവനെ പോലെയുള്ള പ്രതിഫലമാണ് അവനുള്ളത് എന്നാണ്. ചിന്തിച്ചു നോക്കൂ, ഈ ഒരു ദുആയോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള വിവരമോ ഒരു നല്ല കാര്യമോ നമ്മുടെ ഫോണിലൂടെയോ നമ്മുടെ മെസ്സേജിലൂടെയോ ഒക്കെ നമുക്ക് അറിയിച്ചു കൊടുക്കാൻ സാധിച്ചാൽ ഫലഹു അജ്റു ഫാഇലിഹി, പ്രവർത്തിച്ചവനെ പോലെ പ്രതിഫലമുണ്ട് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന നല്ല മനുഷ്യരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين.